ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ അതാ ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കും കേട്ടോ. സമയം 5 മണി കഴിഞ്ഞു. ഞാൻ എണീച്ച് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 7 ഡിഗ്രിയൊക്കെയാണ് കേട്ടോ തണുപ്പ്. ഇപ്പം ഭയങ്കര തണുപ്പായിട്ട് ആകെ ഒരു ജാക്കറ്റേ ഉള്ളൂ, അത് ബാഗിൻ്റെ ഉള്ളിലുണ്ട്, എടുത്തിടണം. എനിക്കറിയില്ല ട്രക്കിങ്ങിന് പോകാൻ പറ്റുമോ ഈ നേരത്തെ നിന്ന്. ഉറക്കം സെറ്റായിട്ടില്ല, തണുക്കുന്നേ. പോകുന്ന വഴിയെല്ലാം ഫോഗാണ് കേട്ടോ. ഞാനിവിടെ ആ വോൾക്കാനോ ട്രക്കിങ്ങിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി അവിടെ ഒരു ചർച്ച് ഉണ്ട്, അത് മാത്രമേ ഇപ്പോൾ അവിടെ ബാക്കിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചർച്ചിലേക്ക് പോകാനുള്ള ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടാവും. അപ്പോൾ ഞാൻ അവിടെ എൻ്റെ ബാഗ് വെച്ചിട്ട് വേണം എനിക്ക് പോകാൻ. അതിനിവിടെ ആരുടെടുത്തിലും ചോദിക്കാൻ വേണ്ടി നിൽക്കുവാണ്. ഇവിടെ എൻട്രി ഫീ ഉണ്ട്. അപ്പോൾ പോണ വഴിക്ക് ടോയ്ലറ്റൊക്കെ ഉണ്ട്. കുറേ ആൾക്കാരൊക്കെ പോകും. ഇപ്പം അധികം ആൾക്കാർ ഇവിടെ കാണുന്നില്ല. ഇതൊക്കെ ഇതിൻ്റെ നോക്കി നടത്തുന്ന ആളും പിന്നെ എന്താ പറയുക കുതിരേൻ്റെ ആളാണ്. കുതിരയിൽ നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റും. കുതിരയിൽ ഞാൻ എന്തായാലും പോകുന്നില്ല, അത്യാവശ്യം നല്ല ദൂരമുണ്ട്, നടുവൊക്കെ ഒടിയാൻ ചാൻസ് ഉണ്ട്, നടക്കാൻ തന്നെ പാടാണ്. അപ്പോൾ ബാഗ് എൻ്റെ സേഫായി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഇവിടെ ടോയ്ലറ്റിനും ജസ്റ്റ് അങ്ങോട്ടുള്ള ഒരു എൻട്രി ഫീ ആയിട്ട് വെറും 20 പെസോസ് വരുന്നുണ്ട് കേട്ടോ, എൻട്രി ഫീ ആയിട്ട്. ഓക്കെ, അങ്ങോട്ട് വരാൻ പറയുന്നുണ്ട്. എന്താന്തോ എന്തെങ്കിലും കഴിക്കണം, കാരണം ഇന്നലെ നൈറ്റ് തന്നെ ഞാനൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ട്രക്കിങ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചാർജാണെങ്കിലും ഇന്നലെ പവർ ബാങ്കിൽ വെച്ചാണ് ഞാൻ ചാർജൊക്കെ ചെയ്തത്. ഉറക്കത്തിൽ നിന്ന് എണീച്ചാൽ അങ്ങനെ ഞാൻ വന്നിട്ട് ട്രക്കിങ്ങിന് പോകണം കേട്ടോ. ഈ കാണുന്നതാണ് ആ വോൾക്കാനോ മൗണ്ടെയിൻ കേട്ടോ. അപ്പോൾ ദേ കണ്ടോ, ആ കാണുന്ന അതാണ് വോൾക്കാനോ. കണ്ടോ അവിടെ കാണുന്നത്. അങ്ങോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ മൊത്തം വോൾക്കാനോസ് ആയിരിക്കും, ലൈക്ക് ലാവകളായിരിക്കും. കണ്ടോ അവിടെ ഇങ്ങനെ ഏറ്റവും മുകളിൽ കണ്ടോ, ഈ കാണുന്ന മൊത്തം ലാവയാണ്. അപ്പോൾ ഞാൻ അവിടെ വരെ ഒന്നും പോകാൻ ചാൻസ് ഇല്ല, കാരണം ഒറ്റയ്ക്കും ഷൂസ് ഇല്ലാണ്ട് പോകുന്നത് സേഫല്ല. അപ്പോൾ അവിടെ ചേർച്ച് കാണാം, കണ്ടോ ആ കാണുന്നതൊരു ചേർച്ചാണ്. അവിടം വരെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത്. അപ്പോൾ അവിടം വരെ പോകാൻ പറ്റും. അവിടം വരേക്ക് എത്ര മണിക്കൂറുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മുകളിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പോകായിരുന്നു. ഈ ഒരു സമയത്തൊക്കെയാണ് കൂടെ ട്രാവൽ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് ഗൈഡിനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ കുറേ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഗൈഡിനെ വിളിച്ചാലും ഷൂസ് സീനാണ്. എന്നാലും ഒരാൾ കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് റിസ്ക് എടുത്തിട്ടായാലും പോകായിരുന്നു. ഇതിപ്പോൾ എക്സ്ട്രീം റിസ്ക്, കാരണം ആ ലാവയൊക്കെ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ നമ്മൾ സാധാ ഷൂ ആണെങ്കിൽ തന്നെ അത് ഉരുകിയൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പള്ളി വരെ നമുക്ക് കുതിരയിൽ പോവാം, നടന്നിട്ട് പോവാം. അതിനുശേഷം നടന്ന് മാത്രമേ പോകാൻ പറ്റൂ. പിന്നെ അത്യാവശ്യം നല്ല സ്റ്റീപ്പാണ്. എനിക്ക് തോന്നുന്നു 2000 സംതിങ് ആൾട്ടിറ്റ്യൂഡാണ് ഉള്ളത് ടോപ്പിൽ. അപ്പോൾ എന്തായാലും ഞാൻ പള്ളി വരെ എന്തായാലും പോയി നോക്കട്ടെ. പള്ളി ആ കാണുന്നതാണ് പള്ളി. ഞാനപ്പോൾ ഇവിടെ എൻ്റെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവർ പറഞ്ഞത് 3 hours ട്രക്കിംഗ് ഉണ്ട്, അപ്പ് ആൻഡ് ഡൗൺ എന്നാണ്. എത്ര ടൈം എടുക്കുമെന്ന് അറിയില്ല. നമ്മൾ സ്പീഡിൽ പോകുന്നതിനനുസരിച്ചിരിക്കും അത് സ്പീഡാണോ സ്ലോ ആണോ എന്നുള്ളത്. ഞാൻ ഒറ്റയ്ക്കാണ്, കൂടെ ആരും ഇല്ല. കുതിരയിൽ വേണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞു ആ കുതിരേൻ്റെ ആൾ. അപ്പോൾ ഞാൻ കുതിര എന്തായാലും എടുക്കുന്നില്ല, കുതിരയിൽ പോയാൽ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ എന്തായാലും കുതിര എടുക്കുന്നില്ല. പോണ വഴിക്കൊക്കെ കുതിരേൻ്റെ ഇതിങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ വേസ്റ്റിൻ്റെ സ്മെല്ലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പോയി നോക്കട്ടെ എന്താ അവസ്ഥ എന്നറിയില്ല. പോകുന്ന വഴിക്ക് ഒരുപാട് ആൾക്കാരൊക്കെ എന്തായാലും ഉണ്ടാവും. ഇനിയിപ്പോൾ ആൾക്കാരില്ലെങ്കിലും കടകളുണ്ടാവും, ഫുഡായിട്ടും വെള്ളമായിട്ടും നമുക്ക് മേടിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എക്സ്പെൻസീവ് ആകാൻ ചാൻസ് ഉണ്ട്, കാരണം അവർ ഓൾറെഡി ഇത്രയും ട്രക്ക് ചെയ്ത് കൊടുന്നിട്ടായിരിക്കുമല്ലേ സാധനങ്ങൾ വിൽക്കുന്നത്. കാരണം വേറെ ഇനിയിപ്പോൾ അവിടെ എവിടെയും കടയില്ല, എന്തേലും മേടിച്ച് കഴിക്കാണ്ട് നടക്കൂല ട്രക്കിങ് ചെയ്യാൻ. 1943 ഇവിടെ ചോളം കൃഷിയാണല്ലോ മെയിനായിട്ടുള്ളത്. അപ്പോൾ ആ ചോളം കൃഷി നടക്കുന്ന ഒരു ഫാർമർ ഇങ്ങനെ എന്താ പറയുക പുക വരുന്നത് ശ്രദ്ധിച്ചു ഒരു സ്ഥലത്തുനിന്ന്. പിന്നീട് അതിന് ശേഷം അതിൽ നിന്ന് എന്താ പറയുക അതിൽ നിന്ന് കല്ല് ഓരോന്നൊക്കെ പൊട്ടി വരാൻ തുടങ്ങി. പിന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ അത് 50 മീറ്ററോളം ഉയരത്തിലായി. അങ്ങനെയാണത് എന്താ പറയുക വോൾക്കാനോ ആ ഒരു ഇതുണ്ടാവുന്നത്, എറപ്ഷൻ ഉണ്ടാവുന്നത്. 1943 1944 ആ കാലങ്ങളിൽ ഇത് ആക്ച്വലി പരീക്കുട്ടി എന്ന് പറഞ്ഞൊരു ഗ്രാമം ഉണ്ടായിരുന്നു. അതായത് പരീക്കുട്ടി എന്ന് പറഞ്ഞ വോൾക്കാനോ അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. മുന്നേ അത് അവിടെ ഒരു വില്ലേജ് ആയിരുന്നു. അപ്പോൾ ലാവയും അതിൻ്റെ ആഷസൊക്കെ ആ ഗ്രാമങ്ങളുടെ മുകളിൽ വന്ന് വീണു. എന്നിട്ട് ആ ഗ്രാമം മുഴുവൻ മൊത്തം കറുത്തിരുണ്ട് പോയി. അതായത് ലാവ ആഷസൊക്കെ ആ എന്താ പറയുക ഗ്രാമത്തിൽ ഫുള്ള് പടർന്നു പിടിച്ചു.
മൊത്തം ആ ഒരു വില്ലേജ് ഇല്ലാണ്ടായിപ്പോയി. അതായത് പരീക്കുട്ടി എന്ന് പറഞ്ഞൊരു ഗ്രാമം ഇന്ന് അവിടെ ഇല്ല. പണ്ട് അതൊരു ഗ്രാമമായിരുന്നു അവിടെ. പിന്നെ ആ ഗ്രാമം എല്ലാം എന്താ പറയുക, ഈ ആഷൊക്കെ വീണ് നശിച്ചു, ലാവയൊക്കെ പോണ് നശിച്ചെങ്കിലും അവിടെ ഇപ്പോൾ ഒരു ചർച്ച് മാത്രം ബാക്കിയുണ്ട്. അപ്പോൾ അത് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ആ ചർച്ചിൻ്റെ അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. ആ ചർച്ച് കഴിഞ്ഞിട്ട് ഒരു 3 മണിക്കൂർ ആ ഒരു വോൾക്കാനോൻ്റെ ടോപ്പിലേക്ക് നമുക്ക് ട്രക്ക് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് അങ്ങോട്ടാണ് ഏറ്റവും കൂടുതൽ ലാവയും ചാരവും ചൂട് ലാവയൊക്കെ ആയിരിക്കും. ഉരുക്കി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ട്രക്കിംഗ് ഷൂ വേണമെന്ന് പറയുന്നത്. അപ്പോൾ സാൻഗാൻ പരീക്കുട്ടിയ അങ്ങനെ എന്തോ ആണ് കറക്റ്റ് പേര്. അതായത് ആ പള്ളീൻ്റെ പേര് സൻഗ്വാൻ എന്ന് പറഞ്ഞ പ്രൊണൗൺസിയേഷൻ ഇവിടെ ഒന്നാമത് കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചർച്ചിൻ്റെ അങ്ങോട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. പിന്നെ 1943 ഇത് പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ട് 1952 സമയത്ത് അതുവരെ ആക്റ്റീവ് വോൾക്കാനായിരുന്നു. പിന്നീട് അത് എന്താ പറയുക നോൺ ആക്റ്റീവായി മാറിയത് 1952 പിന്നെ 424 മീറ്റർ അത് ഉയരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ 2 വഴി കാണുന്നുണ്ട്. ഇങ്ങോട്ടൊരു വഴിയുണ്ട്, ഇങ്ങോട്ടൊരു വഴിയുണ്ട്. ഈ വഴിയാവുമെന്ന് തോന്നുന്നു. ഇനി അത് കുതിരയ്ക്കുള്ള വഴിയാണോ മനസ്സിലാവുന്നില്ല. ഇത് കുറച്ചുകൂടെ വലിയ വഴിയാണ്. അപ്പോൾ ഞാൻ ഇതുവഴിയാണ് പോകുന്നത്. ചോദിക്കാനോ ഇതാക്കാനോ ഒന്നും ആരുമില്ല. അപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒരു ഐഡിയയ്ക്ക് അങ്ങോട്ട് പോവാണ്. മാപ്പോ അതൊന്നും അങ്ങനെ വർക്ക് ചെയ്യില്ല. ഓഫ്ലൈൻ മാപ്പും ഞാൻ പിന്നെ അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ടൊന്നുമില്ല. ഇത് ആക്ച്വലി അത്യാവശ്യം ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു വോൾക്കാനാണ്. പക്ഷേ അധികം ആളുകളൊന്നും ഇവിടെ എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ്. ആ ഒരു ഗ്രാമം മൊത്തം എന്താ പറയുക, വോൾക്കാനോ പൊട്ടിത്തെറിച്ചിട്ട് ആ ഒരു ഗ്രാമം മൊത്തം, അതായത് പരീക്കുട്ടി എന്ന് പറഞ്ഞ ഗ്രാമം മൊത്തം കത്തി നശിച്ചപ്പോഴും ആ ഒരു പള്ളി മാത്രം അവിടെ ലാവയിൽ മൂടിയിട്ട് കിടക്കുന്നുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ആ ചർച്ച് ഇങ്ങനെ ലാവയിൽ മൂടി കിടക്കുന്നത്. അപ്പോൾ അത് മാത്രം എന്താ പറയുക, അത് മാത്രമാണ് അതിൻ്റെ ഒരു അവശിഷ്ടമായിട്ട് ബാക്കി നിൽക്കുന്നത്. ബാക്കിയെല്ലാം കത്തി നശിച്ചു പോയി. കണ്ടോ, വഴിയൊക്കെ കുറച്ച് മോശമായിട്ട് വരുന്നുണ്ട്. ഇത് ആക്ച്വലി ഈസിയാണ് ഈ വഴി. ഇവിടുന്ന് ഇനി ആ ചേർച്ചിൻ്റെ അവിടെ നിന്ന് തൊട്ടിട്ടാണ് സ്റ്റീപ്പാണ്, എക്സ്ട്രീം ഡിഫിക്കൽട്ടി ഉള്ള വഴി അതാണ്. ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് പോവാം. ഇവിടുന്ന് ഇപ്പോൾ താഴത്തേക്ക് ഇറക്കമാണ്. അവിടുന്ന് അങ്ങോട്ട് നല്ല കയറ്റമാണ്, നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ്. പോകുന്ന വഴി നോക്ക്, കറുത്ത കളറിലുള്ള മണ്ണാണ് കാണുന്നത് കേട്ടോ. വഴിയിൽ ഇതുവരെ ഒരാളെ പോലും കണ്ടില്ല, ഒരു കുതിര പോലും പോകുന്നും കണ്ടില്ല. ഒരുപാട് വഴികളുണ്ട് കേട്ടോ. ഞാൻ ഇതുവഴിയാണ് വന്നേ. ഇപ്പോൾ ഇതുവഴി കാണാൻ പറ്റുന്നുണ്ട്, രണ്ടും കൂടെ കണക്ട് ചെയ്യുന്ന റോഡ്. ഒരുപാട് ഏരിയയിൽ നിന്ന് നമുക്ക് ഈ ഒരു ട്രക്കിംഗ് പോയിന്റിലേക്ക് വരാം കേട്ടോ. യൂഷ്വലി ഞാൻ ട്രക്കിങ്ങിന് പോകുമ്പോൾ എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. എനിക്ക് ആദ്യമായിട്ടാണ് തോന്നുന്നു ഫുള്ള്, അതായത് അത്യാവശ്യം ലോങ് ആയിട്ടുള്ളൊരു ട്രക്കിങ്ങിന് ഒറ്റയ്ക്ക് പോകുന്നത്. ചെറിയ ട്രക്കിങ്ങിനൊക്കെ ഒറ്റയ്ക്ക് പോകാറുണ്ട്, അല്ലാതെ ഇതുപോലെ വലിയ ട്രക്കിങ്ങിന് ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് പോകുന്നത്. ലോക്കൽ ആൾക്കാരോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. ആരുമില്ലാണ്ട് ഒറ്റയ്ക്ക് ഞാൻ മാത്രം ചുറ്റും വഴി. തണുപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ജാക്കറ്റ് എടുത്തിട്ടേക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ആ തണുപ്പൊക്കെ മാറും, വെയിൽ വരുമായിരിക്കും ഞാൻ തിരിച്ചിറങ്ങുന്ന സമയത്ത്. അപ്പോൾ ജാക്കറ്റ് ഊരി വെക്കേണ്ടി വരും. ഇവിടെ ചെറിയൊരു വീടും കൃഷി പോലെ ഓരോ കൃഷിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. മേ ബി ഇത് ആരുടെയും പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ആരും കാണുന്നില്ല, എപ്പോഴേലൊക്കെ അവർ വന്ന് നോക്കുന്നതായിരിക്കും. ഇവിടെ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള വഴികളും ഉണ്ട്. അവിടെ വാക്കിംഗ് പ്രൊഹിബിറ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് സ്പാനിഷിലാണ് എഴുതിയേക്കുന്നത്, പക്ഷെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും ഓൾമോസ്റ്റ് എന്താണെന്നുള്ള ഓരോ ഡയറക്ഷനൊക്കെ കൊടുത്തേക്കുന്നതും അങ്ങനെയല്ല. ഇപ്പോൾ വീണ്ടും കൺഫ്യൂഷൻ ആയല്ലോ. 2 വഴി കാണിക്കുന്നുണ്ട്, ഇതുവഴിയും കാണിക്കുന്നുണ്ട്, ഇതുവഴിയും കാണിക്കുന്നുണ്ട്. ഏതായിരിക്കും? അത് 2 വഴിയും പോകാൻ പറ്റുമോ? പോയി നോക്കാം. ഇതുവഴിയാണ് ഞാൻ വന്ന്. ഇടയ്ക്കിടയ്ക്ക് 3 വഴിയാവുന്നുണ്ട്. എന്താ ഇതുവഴിയാണ് ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഊഹം വെച്ച് പോകുന്നയാ. ഈ കാണുന്നതൊക്കെ ലാവയാണ് കേട്ടോ. നോക്കി ഉണ്ടോ, വലുതായിട്ട് പൊട്ടിയതായിട്ടുള്ള, നമുക്ക് ഫുള്ളതാണ്. ഇതുപോലത്തെ വഴിയിലൂടെയാണ് നമ്മൾ മുകളിലേക്ക് കയറുക. അതായത് ആ ഒരു വോൾക്കാനോൻ്റെ അങ്ങോട്ടുള്ള കണ്ടോ, ആ ടോപ്പ് കണ്ടില്ലേ, അവിടേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വഴിയായിരിക്കും ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ചർച്ചിലേക്ക് പോകുന്ന ആൾക്കാരുള്ളതുകൊണ്ട് പ്രോപ്പർ ഒരു വഴിയുണ്ട്. ചർച്ച് ആ കാണുന്ന അവിടെ എത്താനായി ഓൾമോസ്റ്റ്, ഒരുപാട് ദൂരമില്ല. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് മുകളിൽ കയറണമെങ്കിൽ
പണിയാണ്. ആ ചർച്ചും ലാവയും വോൾക്കാനും എല്ലാം കൂടെ അതേ ഒരൊറ്റ ഫ്രെയിമിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഡയറക്ഷനിൽ നോക്കുന്ന സമയത്ത് അങ്ങോട്ട് പോവാൻ കാണുന്ന സമയത്ത് ആഗ്രഹമുണ്ട് കേട്ടോ അങ്ങോട്ട് പോകാനായിട്ട്. പക്ഷേ നടക്കുമെന്നറിയില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും. ഇപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട്. നല്ല സൺലൈറ്റൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ആരും കാണുന്നില്ല. ഫുഡ് കിട്ടും, വെള്ളം കിട്ടും, വഴിയിൽ കടകളിൽ നമുക്ക് മേടിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ ഒരു കടയും കിട്ടിയില്ല, ഒന്നും കണ്ടില്ല കേട്ടോ. ഇനി പോണ വഴിക്ക് ആ ചർച്ചിൻ്റെ ഏരിയയിലായിരിക്കുമോ ഒരു എന്താ പറയുക, ആൾക്കാരെ പോലും വഴിയിലൊന്നും അങ്ങനെ കാണുന്നില്ല. ഇവിടെയും അവക്കാഡോൻ്റെ തോട്ടങ്ങളാണല്ലോ ഈ കാണുന്നത്. ഇത് ആരുടെയിലൊക്കെ ആയിരിക്കും. എന്തായാലും പണ്ട് ഇവിടെ ഒരു വില്ലേജ് ആയിരുന്നല്ലോ, കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ പ്രൈവറ്റായിട്ട് അത് ആരെങ്കിലും നോക്കി നടത്തുന്നതൊക്കെ ആയിരിക്കും. സ്കൈ നോക്ക്, നല്ല ബ്ലൂ സ്കൈയാ, നല്ല നല്ല രസമുള്ള സ്കൈ. ഇപ്പോൾ ഞാൻ ആ ചർച്ചിൻ്റെ ആ ഏരിയയിൽ ഓൾമോസ്റ്റ് എത്തിയിട്ടോ. അവിടെ നോക്കി എല്ലാം കറുത്ത ചാരങ്ങളാണ്, ആഷസ് ആണ് കാണുന്നത്. ഇവിടെ കുറേ കുതിര, പാർക്കിംഗ് പോലെ കുതിരയെ കാണുന്നുണ്ട്. ഒരു കൊച്ചു പയ്യനൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ഇതേ ആ വഴിയിൽ, ഞാൻ വന്ന വഴിയിൽ 2 കുതിരപ്പുറത്ത് ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇവിടെ കുറച്ച് കടയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഞാൻ പോയി നോക്കട്ടെ എന്തെങ്കിലും ഫുഡ് കിട്ടുമോ അങ്ങനെ. ഇവിടെ പെട്ടെന്ന് തന്നെ എത്തി കേട്ടോ. ഞാൻ അങ്ങനെ ഒരുപാട് സമയമൊന്നും എടുത്തില്ല. എനിക്ക് തോന്നുന്നു ഒരു 1 അവർ എന്ത് എടുത്തു എന്ന് തോന്നുന്നു. എക്സാക്റ്റ് എനിക്ക് ഓർക്കില്ല. 1 അവർ പോലും എടുത്തില്ല എന്ന് തോന്നുന്നു. ഈസി ആയിരുന്നു വഴി, പെട്ടെന്ന് തന്നെ ഞാൻ എത്തി. അപ്പോൾ ഇവിടുന്ന് ഇനി മുകളിലേക്ക് കയറാൻ ആഗ്രഹമുണ്ട്. ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇനി ടയർഡ് ആവുകയാണെങ്കിൽ തിരിച്ചിറങ്ങാമല്ലോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ തിരിച്ചിറങ്ങാമല്ലോ. നമ്മൾ ട്രൈ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടൊരു വിഷമം എനിക്ക് വേണ്ടല്ലോ. ഞാൻ എന്താ അവിടെ ഉണ്ടോ പല കളർ കുതിരകളൊക്കെ ഇവിടെ കാണാം. നമുക്ക് ഇവിടെയൊക്കെ ആക്ച്വലി ഒരു റെസ്റ്റോറൻറ്റ് പോലൊരു ചെറിയൊരു ടൗണ് പോലെ തന്നെ ഉണ്ട് കേട്ടോ. അതായത് പണ്ടത്തെ പരീക്കുട്ടീൻ മാർക്കറ്റ് എങ്ങനെ ഉണ്ടാവുമായിരുന്നു പണ്ട് അന്നത് ഉൾക്കാനം ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അതുപോലൊരു വില്ലേജ് അവർ റിക്രിയേറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇതേ അവിടെ ചായയൊക്കെ കുടിക്കുന്നുണ്ട് ആൾക്കാർ. അതവർ കൊടുന്നതാണോ അതോ ഇവിടെ കിട്ടിയതാണോ എന്നറിയില്ല. ഞാൻ എന്തായാലും നോക്കിയോട്ടെ. അവിടെ എന്താ ഷോപ്പൊക്കെ കാണുന്നുണ്ട്. ഓ, ഷോപ്പിൽ അവരില്ല. ഹായ്. അതവർ കൊടുന്നതാണ് കേട്ടോ. കടയെല്ലാം ക്ലോസ്ഡാണ്, ഒന്നും ഓപ്പൺ ആയിട്ടില്ല. എനിക്ക് വിശക്കുന്നുണ്ടല്ലോ, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഇന്നലെ ഉച്ചയ്ക്ക് കഴിച്ചത്. ഇന്നലെ രാവിലെ ഒന്നും കഴിച്ചില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ആ ഒരു ചിക്കൻ്റെ ഇത് കഴിച്ചത്, അതുതന്നെ നേരം പോലെ ഞാൻ കഴിച്ചില്ല. പിന്നീട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ആ ഒരു സ്നാക്ക് മാത്രം കഴിച്ചത്. എനിക്ക് വിശക്കുന്നു. ഇവരെൻ്റെ അടുത്ത് കോഫി വേണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കോഫി കുടിക്കാറില്ല, പക്ഷേ എനിക്ക് വിശന്നിട്ട് ഒരു എനർജി ഇല്ല, തളർന്നു പോകുന്നുണ്ട്. എന്തെങ്കിലും ഒരു എനർജിക്ക് കോഫിയെങ്കിൽ കോഫി, കട്ടൻ ചായയെങ്കിൽ കട്ടൻ ചായ എന്ന് പറഞ്ഞിട്ട് ഞാനത് കുടിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇത് നോക്കിക്കേ, ഇവിടെ വണ്ടി വരും, അതെനിക്കറിയില്ലായിരുന്നു. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഇതേ പള്ളി കാണുന്നത് വണ്ടി ഇവിടം വരെ വരും. അപ്പോൾ ഇവിടെ വരേണ്ടവർക്ക്, നടക്കാൻ പറ്റില്ലാത്തവർക്ക് വണ്ടിയിൽ വരാം കേട്ടോ. അപ്പോൾ ഇത് വേറെ വഴിയാണ് കണ്ടോ, ഈ ഒരു വഴിയാണ് അവർ വന്നിട്ടുള്ളത്. ഞാനും വിചാരിച്ചു വണ്ടിയൊക്കെ വന്ന് ഇത് എനിക്ക് തോന്നുന്നു ഫുഡ് അവർ 7 മണിക്കാണ് ആക്ച്വലി ഓപ്പൺ ചെയ്യുന്നത്. ഞാൻ 6 മണിയൊക്കെ ആയപ്പോഴേ സ്റ്റാർട്ട് ചെയ്തു. അപ്പം അതുകൊണ്ടാണ് ഇവിടെ അവർ കടയൊക്കെ തുറക്കുന്നുള്ളൂ. കട തുറക്കുന്ന ആൾക്കാരാണത്, സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഫുഡൊന്നും ഇല്ലാത്തത്. ഞാൻ ആ കോഫി കുടിച്ചു, മധുരമൊന്നും ഇല്ലായിരുന്നു, അങ്ങനെ അത് കുടിച്ചു. എന്തായാലും ഒരു എനർജി, ചെറിയൊരു എനർജി കിട്ടി. അയ്യോ, ചുമ്മാരി കുട്ടികളുണ്ട്, കുട്ടികളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ ഇവിടുത്തെ ഡോഗ്സ്. അതാണ് മേത്തൊക്കെ വന്ന് കയറുന്നത്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാൻ എന്തായാലും ആ ഒരു ചർച്ചിൻ്റെ അങ്ങോട്ട് നടന്നു നോക്കട്ടെ. അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമോയെന്നും ട്രൈ ചെയ്ത് നോക്കണം. പാവോ എന്തെങ്കിലും കിട്ടുമെന്ന് ഓർത്തിട്ടായിരിക്കും എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്ക് ഒന്നും തിന്നാൻ കിട്ടുന്നില്ല, പിന്നെ ഞാൻ നിനക്ക് എവിടെ നിന്ന് തരാം? എൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന്. പോ വരുന്നുണ്ടേ, എൻ്റെ പുറകെ വാ, എൻ്റെ കൂടെ വരുന്നോ? മേത്തൊക്കെ ചെളിയാക്കില്ലേ, തമാശ കളിക്കില്ലേ. മൂന്നാളും കൂടെ അടികൂടരുത്. തമാശ കളിക്കില്ലേട്ടാ. ഞാണ്ടല്ലോ, അതേ നോക്ക്. ഞാന് നോക്ക്, ലാവ
കിടക്കുന്ന ഇതെല്ലാം. ഓ ആലോചിക്കുക അതെങ്ങനെ പണ്ട് ഉണ്ടായിട്ടുണ്ടാവുമെന്ന്. പക്ഷെ ആരും മരണപ്പെട്ടിട്ടുണ്ടാവില്ലേ ആ ഒരു വില്ലേജിലെ ആൾക്കാരൊക്കെ? പക്ഷെ പെട്ടെന്നൊരു ദിവസം കൊണ്ടല്ലല്ലോ, പുകയൊക്കെ വന്ന് ടൈം എടുത്തിട്ടല്ലേ. അപ്പം അതുകൊണ്ട് ഉണ്ടാവും. ദിസ് വേ ഓക്കെ. ഇതാന്ന് തോന്നുന്നു വഴി നോക്കി പോണം. ഓക്കെ, ഒരു ഡയറക്ഷനൊക്കെ എന്തൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ മനസ്സിലാവുന്നില്ല. അപ്പം ഈ പള്ളിയിലേക്ക് വരണമെങ്കിൽ ഈസിയാണ്, ഓൾറെഡി വഴിയുണ്ട്. കണ്ടോ, ഇനി തൊട്ടിട്ടുള്ള വഴി ഇങ്ങനെയാണ്. ഇതുപോലത്തെ വഴിയാണ് അങ്ങോട്ടുള്ളത്, എവിടെ ടോപ്പിലേക്കുള്ള വഴി. അപ്പോൾ ചേർച്ചിലേക്ക് ഇച്ചിരി ഉള്ളൂ, അല്ലാതെ കണ്ടോ ഇതുപോലത്തെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങോട്ട് പോകുമ്പോൾ. പിന്നെ സ്ലിപ്പറി ആയിരിക്കും. അയ്യോ, വേറെ ഡോഗ് വെറുതെ വന്ന് മേത്ത് കയറിപ്പോ. പോ മാറിക്ക് മാറി നിൽക്ക്. ആൾക്കാരൊക്കെ രാവിലെ വന്നിട്ടുണ്ട് കേട്ടോ, എന്നെ പോലെ തന്നെ. പക്ഷെ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നേ. ഇപ്പോൾ വഴി മൊത്തം ഇങ്ങനെ ആയിട്ടുണ്ട്, നോക്കി കണ്ടോ, കയറ്റം ഇറക്കമൊക്കെ ആയി. നോക്കിപ്പോയില്ലെങ്കിൽ ഇങ്ങനെ കാലിതാവാനുള്ള ചാൻസ് ഉണ്ട്, കണ്ടോ. പക്ഷെ ഇത്ര നേരം ഈസി വഴിയാ. വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. ആരെങ്കിലും മുകളിലേക്ക് കയറുന്നുണ്ടോ എന്തോ, അങ്ങനെ ആയിരുന്നെങ്കിൽ ഈസി ആയിട്ട് കയറാം. പക്ഷെ ഇവരൊക്കെ ഭയങ്കര റിലീജിയസ് ആൾക്കാരാണ്, അപ്പോൾ അതുകൊണ്ട് പള്ളി വരെ വരാനേ ചാൻസ് ഉള്ളൂ. ഫൈനലി ഞാനിതാ ഈ ഒരു ചർച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഫുൾ ആവയാണ് ഇവിടെ കിടക്കുന്നത്. ഇത് മാത്രം ഇപ്പോൾ ഉള്ളൂ. അതാണ് ശരിക്കും ഒരു അത്ഭുതമാണ്. അപ്പോൾ മെക്സിക്കോയിലുള്ള ആൾക്കാരാണെങ്കിലും മെക്സിക്കോയിലേക്ക് ട്രാവൽ ചെയ്ത് വരുന്നവരായാലും ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വോൾക്കാനോ, പരീക്കുട്ടി വോൾക്കാനോയിലേക്ക് വരാം. നല്ല പേര്, പരീക്കുട്ടീൻ, PARI പരീക്കുട്ടീൻ, CUTIN. അതാണ് കേട്ടോ അതിൻ്റെ സ്പെല്ലിങ്. അതൊക്കെ കണ്ടോ, ലാവയ്ക്ക് നമ്മളോട് ചേർന്ന്. അങ്ങോട്ട് ശരിക്കും വഴി കാണുന്ന പോലുമില്ല. അപ്പോൾ വഴി ഇല്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് പോലും റിസ്ക് ആവാൻ തന്നെ ചാൻസ് ഉള്ളൂ. വഴി പോലും അറിയാതെ ജസ്റ്റ് ഇതുപോലത്തെ ഒരു വഴിയേ ഉള്ളൂ. അപ്പം എങ്ങനെയാണ് വഴിയെന്ന് പോലും മനസ്സിലാവില്ല. ഇവിടെ പിന്നെ ആൾക്കാർ വന്നിട്ടുള്ളതുകൊണ്ട് ചെറിയൊരു വഴി പോലെ ഉണ്ട്. കണ്ടോ, ഇവിടെ ആൾക്കാരൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, കണ്ടോ അങ്ങോട്ടുള്ള വഴി. നേരെ കാണുന്നുണ്ടല്ലോ, അതാണ് ആ ഒരു വോൾക്കാനോ. നോക്കി, അത്ര ദൂരെ അത്. ഇതൊക്കെ ഇവിടെ ഇപ്പോൾ ഈ പള്ളിയുടെ ഇത് മാത്രമാണ് ബാക്കിയുള്ളൂ, ആ ഒരു പോർഷനും ഈ ഒരു പോർഷനും. ഉള്ളിലേക്ക് ജസ്റ്റ് കയറി നോക്കട്ടെ. അവിടെയൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കാം. ആൾക്കാരൊക്കെ അങ്ങോട്ട് പോയി ഫോട്ടോ എടുക്കണം. ഇതുവഴി ഇറങ്ങാം, അതുവഴി ഇറങ്ങാം. അവിടെയും ചെറിയ പോർഷനൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, പള്ളീൻ്റെ ചെറിയ പോർഷൻസ്. ഇതുവഴി ആ സൈഡിലേക്കൊക്കെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നോക്കി നടന്നില്ലെങ്കിൽ കാല് താവാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഷാർപ്പായിട്ടാണ് നിൽക്കുന്നത്. അങ്ങോട്ട് കയറണം, ഇങ്ങനെ കയറ്റമായിരിക്കും. ഞാനിതാ ഇതൊക്കെ ഇങ്ങനെ പിടിച്ച് പോവാണ് കേട്ടോ, സൈഡിൽ കൂടെയല്ലോ. വേണ്ട, അങ്ങോട്ട് ചെറിയൊരു ബാക്കി കഷ്ണം കിടക്കുന്നുണ്ട്. ഇതാൾക്കാരിപ്പോഴും പള്ളിയായിട്ട് തന്നെ വന്ന് പ്രാർത്ഥിക്കുന്ന സംഭവങ്ങളുണ്ട് കേട്ടോ. കാരണം നോക്കി, അവിടെ ഉണ്ടോ, അവിടെ എല്ലാവരും ഓരോ ഫോട്ടോസ് ഇതൊക്കെ വെച്ചേക്കുന്നത് ഇപ്പോഴത്തെയാണ്. അതെന്തായാലും പണ്ടത്തെ അല്ല, ഉറപ്പാ, കാണുമ്പോൾ അറിയാം. ഓക്കെ, ഇപ്പോൾ ഇതുപോലെ എന്നെപ്പോലുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് കാണാൻ വന്നവർ, ലൈക്ക് റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ കൊടുന്ന് വെച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത്. കണ്ടോ, ഓക്കെ, ഉണ്ടോ,
പല സൈഡും പോയി. ഇവിടെ മാത്രം ഇങ്ങനെ ലാവ വന്ന് വീണ് കണ്ടോ. മോൾ ഭാഗമൊക്കെ ഫുള്ള് പോയി. ആ ഒരു ബാക്കി അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. വേറെ അത്ഭുതം എന്താണെന്നറിയോ, ഇവിടെ 3G കിട്ടുന്നുണ്ട്, ഇവിടെ നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ വണ്ടറായിട്ടിരിക്കുന്നത്. ഇത്രയും ഉള്ളിലേക്ക് വന്നിട്ടും ഇവിടെ നെറ്റ്വർക്ക് എങ്ങനെ കിട്ടുന്നു, അല്ലെങ്കിൽ എവിടെയും നെറ്റ്വർക്ക് കിട്ടാറില്ല. എനിക്ക് തോന്നുന്നു ഈ വഴിയല്ല അങ്ങ് മുകളിലേക്ക് പോകാനുള്ള വഴി എന്നുള്ളത്. എനിക്കാണെങ്കിൽ ടോയ്ലറ്റിൽ പോകാനൊക്കെ അർജൻറ്റായിട്ടുള്ളത്. വാഷ്റൂം ഒന്നും കണ്ടതുമില്ല. വരുന്ന വഴിക്ക് അവർ ടിക്കറ്റൊക്കെ നമ്മളടുത്ത് മേടിച്ചപ്പോൾ പറഞ്ഞത് ഓൺ ദ വേയിൽ നമുക്ക് ടോയ്ലറ്റൊക്കെ ഉണ്ട് എന്നാണ്. പക്ഷെ കണ്ടില്ല ഒന്നും. അത് ഈ ടൈം ആയതുകൊണ്ട് ഇനി എല്ലാം ക്ലോസ് ആയതാണോ അതും എനിക്കറിയില്ല. അപ്പം ഞാൻ എന്തായാലും നോക്കട്ടെ എങ്ങനെ പോകാൻ പറ്റാന്നുള്ളത്. ഇപ്പം തിരിച്ചു പോയിട്ട് ആ ഒരു അവിടുത്തെ ആൾക്കാരോട് തന്നെ ചോദിച്ചു നോക്കാം എങ്ങനെ വഴി എന്നുള്ളതൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു തരുമായിരിക്കും പോകാനുള്ള വഴിയെല്ലാം. ഇപ്പോൾ അതേ കടയൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഓരോ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. ബീഫും ഓരോന്ന് വിൽക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും മേടിച്ച് കഴിക്കട്ടെ. ഹായ്, ഇത് നോക്കി വല്ലാത്ത ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തോർത്തിയാട്ടോ. പച്ച കളറിലാണ് തോർത്തി ഇരിക്കുന്നത്. ഇതേ കല്ലിലൊക്കെ അരച്ച സാൽസ ഉണ്ട്. ഞാൻ അവരോട് വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വീഡിയോ എടുത്തോന്ന് പറഞ്ഞു. ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ ആൾക്കാർ. ബീഫും പിന്നെ എന്തോ ഒരു സംഭവമൊക്കെയാണ് അവർ കഴിക്കുന്നത്. അപ്പോൾ അതിന് 130 പെസോ ആണ്. ഞാനിപ്പോൾ കഴിക്കണോ അതോ തിരിച്ചു പോയിട്ട് കഴിക്കണോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നത്. കാരണം ബാഗ് എടുത്താൽ മതിയായിരുന്നു. ബാഗ് എടുത്തിരുന്നെങ്കിൽ എനിക്ക് ഇവിടുന്ന് വേറെ വഴി പോയായിരുന്നു വണ്ടിയിലൊക്കെ. അല്ല ഇനിയിപ്പോൾ ബാഗ് അവിടെയാണ്ട് തിരിച്ച് അതുവഴി തന്നെ നടക്കണം. ഇത്ര ദൂരം ഉണ്ടാവുള്ളൂ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ബാഗൊക്കെ എടുത്തിട്ടുണ്ടാവുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് കഴിക്കുന്നില്ല. എന്താന്ന് ഞാൻ ആലോചിക്കുന്നത്. ദിസ് വൺ നൊപ്പാലിസ് എന്തോന്നാ? ഓക്കെ 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 ഇതാണ് കേട്ടോ ഇത്. ഇത് നമ്മുടെ കള്ളിമുൾച്ചെടി ഇല്ലേ, കള്ളിമുൾച്ചെടി അവര് എന്താ പറയാ ഫ്രൈ ചെയ്തതാണ് കേട്ടോ. ഈ കള്ളിമുൾച്ചെടിയാണ് അവർ തിന്നുന്നത്. നമ്മളെ നാട്ടിലത് അങ്ങനെ കഴിക്കില്ല. അതാണ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൊള്ളാം. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത സമയത്ത് അവരെനിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട് കേട്ടോ. പച്ച കളറിൽ തോർത്തയും പിന്നെ ആദ്യമായിട്ടും ഞാൻ കള്ളിമുൾച്ചെടി കഴിക്കാൻ പോകുന്നു. കഴിച്ചിട്ടുണ്ട്, അതായത് അന്ന് ജസ്റ്റ് ഇങ്ങനെ ഇത് മാത്രമായിട്ടല്ലാണ്ട് വേറെ കഴിച്ചിട്ടുണ്ട്. ഇത് മാത്രമായിട്ട് ഫസ്റ്റ് ടൈം കഴിക്കാൻ പോകുന്നു. കഴിച്ചോട്ടെ, സൽസയും കൂട്ടിയിട്ട് എങ്ങനെ ഉണ്ടെന്ന്. ഒരു പുളിയും വല്ലാത്തൊരു ടേസ്റ്റ്. ഈ തോർത്തി എന്ത് വെച്ചുണ്ടാക്കിയതാ എന്തോ, പച്ച കളറില്. ഓരോ ഏരിയ ചെല്ലുമ്പോൾ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡാണ്. ഞാൻ ചോദിച്ചു ഇതെന്താ ഇങ്ങനെ ഗ്രീൻ കളറായിട്ട് ഇരിക്കുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞത് 4 കളർ ഉണ്ടെന്ന്. കോണ് വൈറ്റ്, യെല്ലോ, റെഡ്, ബ്ലൂ. ഇത് ബ്ലൂ ആണെന്നാ പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ബ്ലൂ കളറിലൊരു കോണിനെ പറ്റി കേൾക്കുന്നതും അറിയുന്നതും കഴിക്കുന്നതും. പുതിയ അറിവാണ് കേട്ടോ. ഓക്കെ, ബൈ, അഡിഗോസ്, ഗ്രാസിയസ്. ഓക്കെ, ഞാനവിടെ കുറച്ചു നേരം അവരായിട്ടൊക്കെ ട്രാൻസ്ലേറ്റിലൊക്കെ സംസാരിച്ചിരുന്നു. ഇവിടെ 3G കിട്ടുന്നുണ്ട്, അതുകൊണ്ട് എന്തോ ഭാഗ്യമാണ് സംസാരിക്കാനൊക്കെ പറ്റി. കണ്ടോ, ഇപ്പോഴാണ് അവർ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തില്ല. കാരണം ഇവിടെ ഞാൻ ആ 20 പെസോ കൊടുത്ത സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ എൻട്രി ഫീയും പിന്നെ എത്ര ടൈമിംഗ് ഉണ്ട്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ. ഇംഗ്ലീഷ്. ഇവിടെ കുറേ ഫുഡൊക്കെ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ചു നേരം കഴിഞ്ഞിരുന്നെങ്കിൽ അപ്പൊ ഇഷ്ടംപോലെ ഫുഡ് കിട്ടും കേട്ടോ. നോക്കി ഉണ്ടാവും, തക്കാളി ഫ്രൈ ചെയ്യുന്ന, സാൽസ ഇടിച്ച് ഫ്രഷ് ആയിട്ട് സാൽസ ഉണ്ടാക്കുന്നത്. പിന്നെ ആ ബാറ്റർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കോൺ ഉണ്ടാക്കാനുള്ള ബാറ്റർ സാൽസ. ഉണ്ടോ നോക്ക്, ഈ കളറിലാണ് അവർ ആ റൊട്ടി ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ചീസൊക്കെ വെച്ച് ഓരോ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് അവർ ഉണ്ടാക്കുന്നത്. അടിപൊളി. ഓക്കെ, ടോർട്ടിയ. നോക്ക്, വേറെ എന്തൊക്കെയോ ഫുഡുകളുണ്ട്. കണ്ടോ, ഇത് പോർക്കാന്ന് തോന്നുന്നു. ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ളതാ. കണ്ടോ, ഉരുളൻകിഴങ്ങ്, കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല രസമുണ്ട്. ആൾക്കാരും ഫുഡും നല്ല രസമുണ്ട്. ഈ ഒരു പുള്ളിക്കാരി എനിക്കിത് കഴിക്കാൻ വേണ്ടി ഇത് തന്നിട്ടുണ്ട് കേട്ടോ. നോക്കി, ട്രൈ ചെയ്യാൻ. കെസദിയ, മിച്ചോക്കാരിലെ കെസദിയ എന്ന് പറഞ്ഞിട്ട് ചീസാണ് ഉള്ളില്. അത് ഭയങ്കര സ്പെഷ്യലാണ് ഇവിടുത്തെ. ഓക്കെ, എന്തോ അതിന്റെ പേരുകളൊക്കെ പറയുന്നു. ഓക്കെ, ഓരോ പേരൊക്കെ അതിന്റെ പറഞ്ഞു തരുവാണ് കേട്ടോ. ഞാനിത് കഴിച്ചോട്ടെ. നോക്ക്, കളർ കണ്ടിട്ട് ശരിക്കും എന്തോ പോലെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്, ചീസൊക്കെ ആയിട്ട്. എനിക്ക് ആള് വഴി മാപ്പ് കാണിച്ചു തരാണ്. ഇത് അങ്കാവേ
ഇത് സക്കാൻ എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ ഇന്നലെ താമസിച്ചതിൻ്റെ അടുത്തുള്ളൊരു ഏറ്റവും ചെറിയൊരു ടൗണ്. പിന്നെ അവിടുന്ന് ഇങ്ങനെ വഴി പോയിട്ട് അങ്കാവ് പോണ വഴി ഇതുവഴി വന്നിട്ട് ഇതുവഴി നടന്ന് ഇതാണ് വോൾക്കാനോ ദിസ് വോൾക്കാനോ ലാവ. ഇതെല്ലാം ലാവയാണ്. പോകുന്ന വഴി ഇതുപോലത്തെ ലാവകളാണെന്നാണ് ആള് പറയുന്നത്. ഓക്കെ. ഓ അവിടുന്ന് പിന്നെയും നടക്കാണ്ട്. ഇത് ജസ്റ്റ് ലാവ നോട്ട് ചെയ്തെന്നാ. വീണ്ടും നടന്ന് ഓ തിരിച്ചു വരാൻ ഇങ്ങനെ പോയി. ഇതാണ് ലാവ. ഇവിടെ എത്തിയിട്ട് തിരിച്ചു പോണ വഴി കാണിക്കുമ്പോൾ നല്ല എളുപ്പമുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട്. 3 കിലോമീറ്റർ. ഓക്കെ 3 കിലോമീറ്റർ ഉണ്ട്. 3 കിലോമീറ്ററിന് എഴുതി കാണിച്ചിട്ടുണ്ട്. പക്ഷെ ആളെൻ്റെ അടുത്ത് പറയുന്ന ഒറ്റയ്ക്ക് പോയാൽ വഴി ഇല്ല, അതുകൊണ്ട് വഴി തെറ്റിപ്പോവും. ഗൈഡിനായിട്ട് പോയാൽ ഓക്കെ ഓക്കെ എത്ര 16 എന്താ 16 ഇട്ടെ? 3 കിലോമീറ്റർ എന്നിട്ട് 16 ഇട്ടോ. ഓക്കെ. സോളാ ഡിഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൾട്ട് ആണെന്ന്. ഇംഗ്ലീഷിൻ്റെ സിമിലർ ആണ് കുറേ വേർഡ്സ് സ്പാനിഷ്. ഗൈഡ് കൊന്തോ പെസോ എത്ര രൂപയാന്ന് ഞാൻ ചോദിക്കാം. ഗൈഡ് 800. ഓ 800 പെസോ. എക്സ്പെൻസീവ്. നോ മണി. 800 പെസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. കാരണം ഒരു 100 പെസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 രൂപയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, 800 പെസോ എന്ന് പറയുമ്പോൾ എന്തോരായിരുന്നു. കരയുന്നുള്ള ആക്ഷൻ ആണല്ലോ. ഓ ലോസ് ഇൻ ദ ലാവ ക്രൈന്ന്. അതായത് ഞാൻ കരയുന്നു, വഴി തെറ്റിയിട്ട് എവിടെയും പോകാൻ പറ്റാണ്ട് കുടുങ്ങി പോയിട്ട് കരയുന്നാണ് ആള് പറയുന്നത്. El tiempo en horas son 7 horas caminando. ഓ നെറ്റ്വർക്ക് ആണെങ്കിൽ കിട്ടുന്നില്ല. വൺ മോർ 7 horas caminando. 7 hours വാക്കിംഗ്. എൻ്റെ അമ്മോ 7 hours വാക്കിംഗ് കേട്ടോ. 5 hours ആണ് ഞാൻ കേട്ടത്. ശരിയാ, ChatGPT നോക്കിയപ്പോൾ 5 to 7 hours എന്നാണ് കണ്ടപ്പോൾ. 7 hours ഒറ്റയ്ക്ക് വഴി തെറ്റി പുള്ളി പറഞ്ഞ പോലെ ലാവയിൽ നിന്ന് കരയേണ്ടി വരും. നോക്കി ആള് എൻ്റെ ഓർമ്മയ്ക്ക് ഫോട്ടോ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാൽ എടുത്താ കേട്ടോ. നോക്കി Aquí con Mainan. Arunima. Yeah. Cachoy. Saludos. Saludo. Michoacán. Saludo. ¡Viva México, cabrones! ¡Viva México! ¡Cabrones! Eso. Hasta la India. ¿Tu país? ¿India? Ya, India. ¿Puedes en la... ആള് കൊറേ എന്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചേക്കാണ് ഓക്കെ എന്റെ എടുക്കാൻ. ഞാനിനി ഇവിടുന്ന് ഇറങ്ങാണ് കേട്ടോ. അവരടുത്തൊക്കെ ബായ് പറഞ്ഞു. ഞാനപ്പോൾ ഇനി പറാച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തൊരു വില്ലേജ് ഉണ്ട്. അവിടെ ഒരു വേൾഡ് ഗിത്താർ ഒരു സംഭവമാണ്. അങ്ങോട്ടാണ് പോകുന്നത്. ഗ്രാസിയാസ്. ഓക്കെ ഇതേ ഇവിടെ ഒരു സാധനം എല്ലാം വിൽക്കുന്നുണ്ട്. മറ്റേ എള്ളു പോലത്തെ സാധനം. ഓക്കെ ഇവിടുത്തെ ഈ കല്ലും ആൾക്കാർ മേടിക്കും. ഈ ഇത് സൽസ ഉണ്ടാക്കാനായിട്ടുള്ള കല്ലൊക്കെ. ഓക്കെ ബൈ. മ്യൂസിക്കും ഗിത്താറൊക്കെ ഇഷ്ടമുള്ളവർക്ക് അടിപൊളി ഒരു വില്ലേജിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നടന്ന് തിരിച്ച് നടക്കാൻ മടിയാവുന്നു. ഇനി അടുത്ത വട്ടം എപ്പോഴേലും വരുമ്പോൾ ആ വോൾക്കാനോ കയറാമെന്ന് തോന്നുന്നു. അങ്ങനെ ഞാനിപ്പോൾ പോവാണ് പറാച്ചോ എന്ന് പറഞ്ഞ വില്ലേജിലേക്ക്. കുറേ പശുവും കാളയൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുത്തോ എന്തോ. ഞാൻ അവിടെ സൈഡിലേക്ക് നിൽക്കുന്നുണ്ട്. ഓടിയാ വരുന്നെല്ലാം കൂടെ. അയ്യോ ഓക്കെ. കുത്താണെങ്കിൽ ലൈവായിട്ട് തന്നെ കുത്തുന്ന് കാണാം.
ഇതെന്താ ഈ സൈഡിൽ കൂടെ വരുന്നത്? ഹോല പ്രോബ്ലം? അയ്യോ എന്നെ കുത്തിയത് തന്നെ. പോ അമ്മോ, അയ്യോ വലിയ കൊമ്പൊക്കെ ആയിട്ട് വരുന്നു. പോ രക്ഷപ്പെട്ടു. ഓക്കെ സേഫ്. ഓക്കെ ഓ ഫുള്ള് പൊടിയായി. അത് പോയിട്ട് ഒരു ഡോഗും ഉണ്ട്, കുറേ കുതിരയുണ്ട്. 2 ഡോഗുണ്ട്. 2 ഡോഗും കുതിരയും ഇതൊക്കെ പാടെ പോകുന്നു കേട്ടോ. നമുക്ക് ഫുള്ള് പൊടിയായി. ബാഗൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു മെയിൻ റോഡ് എത്തണം. ഇതുണ്ടോ, ഇങ്ങനത്തെ റോഡാണ്. മെയിൻ റോഡ് എത്തിയാലാണ് എനിക്ക് ലിഫ്റ്റ് കിട്ടുള്ളൂ. ഇതൊക്കെ നല്ല നീല കണ്ണുള്ള നല്ല രസമുള്ള പൂച്ച. ഇവിടുത്തെ നാടൻ പൂച്ചേനെയൊക്കെ കാണാൻ സൂപ്പറാണ് കേട്ടോ. ബ്ലൂ ഐസ് ഉള്ള നീലപ്പൂച്ച. ഞാൻ മെയിൻ റോഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടെ ഒരു അവക്കാഡോ മേടിച്ചിട്ട്, ഇവിടെ മൊത്തം അവക്കാഡോ തോട്ടങ്ങളാണ്. അപ്പോൾ ഇത് ഞാൻ കഴിക്കട്ടെ. പിന്നെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കണം, വിശക്കുന്നുണ്ട്. ഈ ഒരു ഫ്രൂട്ട് മേടിച്ചിട്ടുണ്ട്. ഇവിടെ കുറേ ഈ ഒരു ഫ്രൂട്ട് ഉണ്ട്. ഇതിൻ്റെ പേരെന്തായിരുന്നു? പേര് നെയിം പേര് അവർക്ക് മനസ്സിലാവില്ല ചോദിച്ചാലും. എന്തായിരുന്നു പേര്? വായിൽ കിട്ടുന്നില്ല. ആപ്രിക്കോട്ടാണ് കേട്ടോ, ആപ്രിക്കോട്ട്. പേര് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു, അപ്പം കിട്ടി. ഈ ഒരു ചക്രമുറുക്കം എന്താ ഇതിന് പറയാ, ക്രിസ്പി ആയിട്ടുള്ള ഈ സാധനം കൂടെ മേടിച്ചിട്ടുണ്ട്. ടേസ്റ്റ് എല്ലാം വേറെ ആയിരിക്കും ഇതിന്. എനിക്കിതാ ഈ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗ്രാസിയസ്. ആള് ഉറുവാപ്പാനാണ് പോകുന്നത്. എനിക്ക് പറവച്ചലക്കാണ് പോകേണ്ടത്. ഞാൻ തീരുമാനിച്ചിട്ടില്ല അങ്ങോട്ടാ പോകണ്ടേന്നുള്ളത് കേട്ടോ. നോട്ടെ, റൈറ്റിലേക്ക് പോയാൽ ഉറുവാപ്പാനാണ്, ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പറവച്ചമാണ്. അപ്പൊ ഞാൻ റൈറ്റിലേക്കാണ് പോകുന്നത്. എനിക്ക് വയ്യ, ഞാൻ ഭയങ്കര ടയർഡാ. ഇനിയിപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി അടുത്ത വണ്ടി ലിഫ്റ്റ് അടിക്കാൻ വയ്യ. അപ്പൊ കിട്ടിയോടത്തേക്ക് പോവാ. ഞാൻ ഇന്നലെ ബസ് കയറി വന്ന സ്ഥലമാണ് ഉറുവാപ്പാൻ. അങ്ങോട്ടപ്പം ഞാൻ പോകുന്നത്. അവിടെ ഒരാളുണ്ട്, ഇറങ്ങാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പോകുന്നത്. ഞാൻ ഉറുവാപ്പാനിൽ എത്തിയതിന് ശേഷം ആള് പറഞ്ഞു എവിടേക്കാ പോണേന്ന് ചോദിച്ചപ്പോൾ ഞാൻ ടെൻ്റ് അടിക്കാൻ ഏതെങ്കിലും ഒരു സ്ഥലം തരുമോ അങ്ങനെ ചോദിച്ചു. എവിടെയെങ്കിലും സേഫ് ആയിട്ട്, കാരണം ഭയങ്കര ടയർഡായി. ഈ ടൈമിൽ ഉച്ച ടൈം, നല്ല വെയിലും, ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആള് പറഞ്ഞു എൻ്റെ വീട്ടിലേക്ക് വരാൻ ഓക്കെ ആണെങ്കിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ ആളുടെ വീട്ടിൽ വന്നു. ഉറുവാപ്പാനും ഒരു ഔട്ടറായിട്ടുള്ള ഒരു ചെറിയൊരു വില്ലേജിലാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. സംസാരിക്കാൻ പോലും വയ്യ, ഭയങ്കര ക്ഷീണം. ഞാനിതാ റൂമിൽ വന്നിട്ടുണ്ട്, അവരുടെ വീട്ടിൽ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിവിടെ സ്റ്റേ ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ കുറച്ച് നേരം എനിക്ക് റെസ്റ്റ് എടുക്കണം. ചിലപ്പോൾ ഞാൻ നൈറ്റും സ്റ്റേ ചെയ്യും, അല്ലെങ്കിൽ ഞാനൊരു ഈവനിങ് ആകുമ്പോൾ ട്രാവൽ ചെയ്യും. ഇവിടെ ഒരു പൂച്ചയൊക്കെ ഉണ്ട്. ഇവിടെ നോക്ക്, കുറേ വെള്ളമൊക്കെ ഇങ്ങനെ ചെറിയ ചാല് വഴി ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് ബാക്കിലൊക്കെ ഭയങ്കര വലിയ പറമ്പും കാടൊക്കെയാണ്. ഇവിടെ നെറ്റ്വർക്കൊന്നുമില്ല, അങ്ങനെ വൈഫൈയും ഇല്ല, നെറ്റ്വർക്ക് ഒരു ഘട്ടം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ബേസിക്കായിട്ട് കോൾ ചെയ്യാൻ പറ്റും, അല്ലാതെ ഡാറ്റ യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.